ഇന്റർവ്യൂനുള്ള പരിപാടിയാണോ? അതെ അതെ അതെ, ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്നത്തെ പാർട്ടിയാണോ അതിന്റെ കണ്ടിന്യൂഷൻ ആണോ അതോ പുതിയ പാർട്ടിയാണോ? ഇത് പുതിയതാണ്, പുതിയത് ഒരെണ്ണമുണ്ട്. കാര്യം ഇപ്പം എന്തായാലും ഈ ടീം സ്കോളിൽ കുറച്ച് ഇത് കാണിക്കണ്ടേ, അപ്പോൾ ഇതാണെങ്കിൽ ഇത്രയും കാണുമല്ലോ, അതിന് വേണ്ടിയാണ്. പുതിയ കുപ്പായം കണ്ട് കുട്ടപ്പനായിട്ടിരുന്ന നമ്മൾ വിചാരിച്ചത് പുതിയ രാവിലെ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചായിരുന്നത്. എന്ത് ചെയ്യാനാ, ഇവിടെ രക്ഷപ്പെടണ്ടേ. ഇവിടെ ആകെ കിട്ടാൻ പോകുന്ന 500 2 നോട്ട് അല്ലേ കിട്ടാൻ പോകുന്നത്, അതൊന്നും കിട്ടാൻ പോകുന്നത് 2 നോട്ട് ആർക്ക് അതും ഇല്ലല്ലേ. ആ പ്രതീക്ഷയും വേണ്ട. 3 വർഷമായിട്ട് ഞങ്ങൾക്ക് 500 നിൽക്കുന്നത്, 500 ചിലപ്പോ കൂട്ടത്തിൽ ഒരു 200 ഒരു 100 തരും, അത്രയൊക്കെ ഉള്ളൂ. ശരി, എന്തായാലും ഞാനൊന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അത് ഫ്ലോപ്പായി. മെയിനായിട്ടുള്ള കാരണം ഈ പറയുന്ന നോട്ടീസ് പീരീഡാണ്. കാരണം നമുക്ക് 3 months ആണ് നോട്ടീസ് പീരീഡ്. എല്ലാവർക്കും ഒരു 1 month വരെ ഓക്കെയാണ്. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു വള്ളിയായിട്ട് കിടക്കുകയാണ്. അത് 3ാമത്തെ ഇൻ്റർവ്യൂ ആണ് ഈ ഒരു എന്താ പറയുക നോട്ടീസ് പീരീഡിൻ്റെ കേസിൽ പോകുന്നത്. ഇപ്പോൾ ഇവർക്ക് 15 days അല്ലെങ്കിൽ 1 month ആണെങ്കിൽ ഓക്കെയാണ്. മൊത്തത്തിൽ അങ്ങ് എന്താ പറയുക ഭ്രാന്തെടുത്തിരിക്കുക. ഇനി ഏതെങ്കിലും ഇൻ്റർവ്യൂ വന്നാലും പ്രശ്നമാണ്. ഇങ്ങനെ ഇതേ ഒരു വലിയൊരു വള്ളിയാണ്. എന്താ കഴിക്കാൻ പോകുന്ന ശ്യാമൻ? എന്താ കഴിക്കാൻ പോകുന്നത്? ഇതിലൊക്കെ ഓർഡർ ചെയ്യും. அதெல்லாம் வேண்டாம், 3 பிரியாணி சொல்லுங்கள். அதான் கரெக்ட், பிரியாணி. இவ்வளோ டென்ஷன் இருக்குது, ரிலாக்ஸ் பண்ணணும்னா ஃபஸ்ட்டு பிரியாணி சாப்பிட்டு தான் ஆகணும். சரி, அந்த பிரியாணிங்க സോ എപ്പോൾ ടെൻഷൻ ആയാലും ഫസ്റ്റ് റിലാക്സ് ആവുക. റിലാക്സ് ആവാൻ വേണ്ടി ബിരിയാണി കഴിക്കുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.